ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അറ്റ് ദി അപ്പെക്സ് ലെവൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ചാണ്. ദി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് സ്റ്റാൻഡ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ ദ സ്റ്റേറ്റ്. ടോപ്പിലാണ് നിൽക്കുന്നത്. ഇറ്റ് ഇസ് ആൻ അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഏറ്റവും അപ്പെക്സ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അക്കോർഡിംഗ് ടു ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, an apex society is a society having the whole of the state as its area of operation and having as its members only other societies with similar objects and declared as such by the registrar. നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞെങ്കിൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആക്ട് പ്രകാരം ഹോൾ സ്റ്റേറ്റാണ് അതിൻ്റെ ഏരിയ. അതേപോലെ രജിസ്ട്രാർ എന്തെല്ലാം കാര്യങ്ങളാണോ അവരുടെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതെല്ലാം ചെയ്യാൻ റൈറ്റുള്ളൊരു സ്ഥാപനം കൂടിയാണ് ആര്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുള്ളത് അതിൻ്റെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് KSCBയെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The bank was originally registered as Trivandrum Central Cooperative Bank on 23rd November 1915 in the former princely state of Travancore. ഫോർമൽ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂറിലെ 23rd November 1915 എന്ത് രജിസ്റ്റർ ചെയ്തത്? നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഇന്നത്തെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആയിട്ട് രജിസ്റ്റർ ചെയ്തത്. The bank started functioning on 18th January 1916 with a share capital of rupees 1 lakh consisting of 1000 shares of 100 each. Then 18th January 1916 അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ 1 lakh consisting 1000 shares of rupees 100 each. 1000 ഷെയറിന് 100 രൂപ എന്നുള്ള രീതിയിൽ 1 lakh ആയിരുന്നു അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ. It was the first cooperative society registered in the Travancore state. In 1943, it was converted into Travancore Central Cooperative Bank, which functioned as the central bank of the primary societies in Travancore state. ട്രാവൻകൂർ സ്റ്റേറ്റിലെ പ്രൈമറി സൊസൈറ്റി ആയിട്ടാണ് അന്ന് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഫങ്ഷൻ ചെയ്തിരുന്നത്. അതായത് ഫസ്റ്റ് സൊസൈറ്റി ആണല്ലോ. There the bank was having a mixed membership consisting of individual and societies. Different societiesum ഇവരുടെ മെമ്പർ ആയിരുന്നു. After the formation of the Travancore Cochin state, the bank reorganized as Travancore Cochin State Cooperative Bank in 1954. ഇവരുടെ ലയനം നടന്ന സമയത്ത് ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് ഉണ്ടായ സമയത്ത് എന്ത് ചെയ്തു? അത് രണ്ടും കൂടി മേർജ് ചെയ്തുകൊണ്ട് ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കായി in 1954. Later on 1st November 1956, the bank was reconstituted as Kerala State Cooperative Bank with area of operation extending throughout the state of Kerala and individual membership has been eliminated. അങ്ങനെ ലേറ്റർ 1st November 1956 ബാങ്ക് എന്ത് ചെയ്തു? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കായിട്ട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിത്ത് ഏരിയ ഓഫ് ഓപ്പറേഷൻ നമ്മുടെ കേരളയുടെ മൊത്തം ഏരിയ കൊടുത്തുകൊണ്ട്. ദെൻ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. ഫ്രം 1st March 1966 ഓൺവേർഡ്സ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് വാസ് ബ്രോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് RBI. RBIയുടെ കൺട്രോളിൽ വന്നു. ജൂലൈ 1966 ദ RBI ആസ് പെർ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് അണ്ടർ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBI ആക്ട് അപ്രൂവ്ഡ് ദ ബാങ്ക് ആസ് എ ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. RBIയുടെ ഷെഡ്യൂളിന് കീഴിലായി RBI ആക്ടിൻ്റെ ഷെഡ്യൂളിന് കീഴിൽ ആൻഡ് അപ്രൂവ്ഡ് ദ ബാങ്ക് ആസ് ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലും എന്തായി? ആ ഒരു നിലക്കും അത് അപ്രൂവലായി. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ കോപ്പറേറ്റീവ് ബാങ്കിങ് സെക്ടർ ഇൻ ദ കൺട്രി. കോപ്പറേറ്റീവ് ബാങ്കിങ് സെക്ടറിൻ്റെ ചരിത്രത്തിൽ തന്നെ ഫസ്റ്റ് ഷെഡ്യൂൾഡ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു. RBIക്ക് കീഴിൽ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള, നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന് പറയില്ല, ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയില്ല, അതേപോലെ കോപ്പറേറ്റീവ് ലെവലിലെ ഫസ്റ്റ് ഷെഡ്യൂൾഡ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. In 1972, the RBI issued a license to the Kerala State Cooperative Bank for doing banking business. Banking business ചെയ്യാൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്തു? ലൈസൻസ് RBI കൊടുത്തു.
At present, the Kerala State Cooperative Bank is not only the leader of cooperative sector in the state but also model for cooperative banking structure in the country. This bank is the first state cooperative bank in the country to be included in the second schedule of RBI Act. RBI ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ഫസ്റ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ കൺട്രി. അതിന് മെമ്പർഷിപ്പ് ആൻഡ് ക്യാപിറ്റൽ പറയുകയാണെങ്കിൽ ദ മെമ്പർഷിപ്പ് ഓഫ് ദി ബാങ്ക് ഈസ് ഓപ്പൺ ടു ഓൾ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്, അതേപോലെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിനും മെമ്പർഷിപ്പ് ഉണ്ട്. ദ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ 25 lakh ഷെയർസ് 100 ഈച്ച് വെച്ചിട്ട്. The liability of each shareholder for meeting the deficit is, in the assets of the bank in the event of being wound up shall be limited to the share capital paid by, അതായത് ലിമിറ്റഡ് ആണ് അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. Then what are the objectives? To serve as the apex cooperative bank for the state of Kerala. കേരളയിൽ എന്ത് ചെയ്യുക, അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്കായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. To promote the economic interest of the members of the bank in accordance with the cooperative പ്രിൻസിപ്പിളിനനുസരിച്ച് അവരുടെ മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഫിനാൻസ് DCBs, നമ്മുടെ അതാണ് പ്രധാനം, DCBs ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് ഫിനാൻസ് ചെയ്യുക. To raise fund from members and non-members and other financing agencies, അവരുടെ കയ്യിൽ നിന്നൊക്കെ ഫണ്ട് റൈസ് ചെയ്യുക. To open branches at suitable place in state with the permission of RCS and RBI. നമ്മൾ റീജിയണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഒക്കെ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് RBI അവരുടെയൊക്കെ പെർമിഷനോട് കൂടിയിട്ട് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുക. രജിസ്ട്രാർക്ക് വളരെയധികം കോപ്പറേറ്റീവ് സെക്ടേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. രജിസ്ട്രാർ ഒരു നിർദ്ദേശമില്ലാതെ അല്ലെങ്കിൽ രജിസ്ട്രാറുടെ ഒരു പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും കോപ്പറേറ്റീവ് സെക്ടറിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏറ്റവും കൺട്രോളിംഗ് ആയിട്ടുള്ള അപ്പെക്സ് ആയിട്ടുള്ള ഒരു ഹയർ അതോറിറ്റി തന്നെയാണ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. To receive money on current saving fixed or other account and to carry on general banking business. എന്ത് ചെയ്യുക, കറൻറ്റും സേവിങ്ങും ഫിക്സ് ആൻഡ് അതർ അക്കൗണ്ട്സ് ഒക്കെ ഓപ്പൺ ചെയ്തുകൊണ്ട് അതിലും എന്ത് ചെയ്യുക, അതിലൂടെയുള്ള ട്രാൻസാക്ഷൻ ജനറൽ ബാങ്കിങ് ബിസിനസ് ചെയ്യുക. ടു ലാൻഡ് മണി ടു ഇൻഡിവിജ്വൽ ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് വേലും മണി ലെൻഡ് ചെയ്യുക. അതായത് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുക, മണി ലെൻഡിങ് തരിക. To receive money from state government to constitute the principal state partnership fund and purchase shares in cooperative institution on behalf of government. ഗവൺമെൻറ്റിന് പകരമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് പർച്ചേസ് ഓഫ് ഷെയർസ് ഒക്കെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുക. To receive for safe custody security and ornaments and valuables ഒക്കെ സേഫ് കസ്റ്റഡിയിൽ വെക്കുക. To arrange for the supervision and inspection of DCBs and other cooperative institution affiliated to them. അവർക്ക് അഫിലിയേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് സൂപ്പർവിഷൻ കാര്യങ്ങളും കൊടുക്കുക. To serve as the balancing center for finance for cooperative institution in the state. സ്റ്റേറ്റിലെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സെൻറ്റർ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. Undertake other business as outlined in section 6 of the Banking Regulation Act പ്രകാരം എന്ത് ചെയ്യുക, അതർ ബിസിനസ്സസ് ഒക്കെ അണ്ടർടേക്ക് ചെയ്യുക. To participate in the implementation scheme of cooperative development in the agricultural and rural sector sponsored by government. നമ്മുടെ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഒക്കെ ഫിനാൻസ് ചെയ്യുന്ന, അതേപോലെ ഫിനാൻസിങ് ഏജൻസീസ് ഒക്കെ ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്കീംസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. To do such other work as will conduct or incidental to the attainment of these objects. Then ഇതൊക്കെ അവരുടെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി, ആ സ്ഥാപനത്തിന് എഫക്റ്റീവ് ആകാൻ വേണ്ടി എന്തെല്ലാം വർക്കും കാര്യങ്ങളുണ്ടോ അതിലൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ നടത്തുക. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. The next role, the leader of cooperative credit structure, KSCB, is the apex bank of the short-term credit cooperative in Kerala. It guides, supervises, coordinates, monitor and control all the 14 DCBs and through DCBs to 1587 primary agricultural cooperative societies in the state. നമ്മൾ DCBSക്ക് കീഴിൽ വരുന്ന 1587 പ്രൈമറി അഗ്രികൾച്ചറൽ സൊസൈറ്റിയെ DCB ആണ് മാനേജ് ചെയ്യുന്നതെങ്കിലും അവർക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസും നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. അപ്പോൾ അതിനൊക്കെ ഗൈഡ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ റോള്. ഞാൻ ആസ് എ ലെൻഡർ എന്ന രീതിയിൽ
ഫിനാൻസിങ് ഏജൻസി ആയിട്ട് ആക്ട് ചെയ്യുക. അവർക്ക് വേണ്ട എന്തെല്ലാം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുമോ, ഷോർട്ട് ടൈം ആയിക്കോട്ടെ, മീഡിയം ടൈം ആയിക്കോട്ടെ, ലോങ് ടേം ആയിക്കോട്ടെ, ആസ് പെർ ദെയർ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് അതിന് വേണ്ട എല്ലാ ലോൺസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാം. പിന്നെ വരുന്നത് ഫങ്ഷൻസ്. എന്തൊക്കെയാണ് DCBയുടെ ഫങ്ഷൻസ്? ഇഷ്യൂ അഗ്രികൾച്ചറൽ ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ലോൺസ് ടു DCBs. Then advance to subsidiary activities of agriculture like poultry, dairy, beekeeping, fishery and other activities-നൊക്കെ അഡ്വാൻസ് കൊടുക്കുക. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ഫിനാൻസ് ദ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ഹാൻഡ്ലൂം, കൊയർ, ഫിഷറി, ഡയറി ആൻഡ് ബീഡി ഇൻഡസ്ട്രി എന്നിവർക്കുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക. ഫണ്ട് ടു DCB ഫോർ ഫിനാൻസിങ് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. പിന്നെ അതർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഇൻ ദ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിലുള്ള എല്ലാ ഫെഡറേഷൻ, കൊയർ ഫെഡറേഷൻ, അങ്ങനത്തെ ഫെഡറേഷൻസിനൊക്കെ വേണ്ട അസിസ്റ്റൻസ് കൊടുക്കുക. ക്യാമ്പോ, കോപ്പറേഷൻ സ്പിന്നിങ് മില്ല്, കോപ്പറേറ്റീവ് ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. മെയിനായിട്ട് കോപ്പറേറ്റീവിന് കീഴിൽ വരുന്ന എല്ലാവർക്കും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ്സും ഓവർ ഡ്രാഫ്റ്റൊക്കെ ഇല്ലേ, അതേപോലുള്ള കാര്യങ്ങളൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക. ലോക്കർ ഫെസിലിറ്റി, ഷെയർ ക്യാപിറ്റൽ ഓഫ് DCBസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. DCB ഷെയർ റൈസ് ചെയ്യുന്ന സമയത്ത് അതിൽ പാർട്ടിസിപ്പേഷൻ, അവർ ഷെയർ വാങ്ങിക്കൊണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പ്രിൻസിപ്പാൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് നമ്മൾ പറഞ്ഞു, നമുക്കതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് പകരം ബിഹാഫായി നിന്ന് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാം. സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്പെക്ഷൻസ് ഡിഫറെൻറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നടത്തുക. കോൺഫറൻസ് ആർ കൺവീൻഡ് പീരിയോഡിക്കലി ടു ഡിസ്കസ് ദ പ്രോബ്ലം ഓഫ് DCB ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻ. അതൊക്കെ കോൺഫറൻസൊക്കെ നടത്തിക്കൊണ്ട് പീരിയോഡിക്കലി ഇൻസ്പെക്ഷനും കാര്യങ്ങളും നടത്തി പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാം. Provide a forum for discussing matters relating to working of different type of societies in the state. ഡിഫറെൻറ്റ് സൊസൈറ്റീസിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളിലൊക്കെ പ്രൊവൈഡ് എ ഫോറം ഫോർ ഡിസ്കസിങ് മാറ്റേഴ്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.